ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സുമാണ്. ഒന്നാമതായിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ന്യൂസ് വാല്യൂ? എക്സ്പ്ലെയിൻ 10 ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാല്യൂസ് വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളതാണ്. ന്യൂസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്ത അത് ന്യൂസ് വർത്തിനെസ്, അതായത് വാർത്ത പ്രാധാന്യമുള്ളതാണോ എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള, നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസിനെയും ക്വാളിറ്റീസിനെയാണ് ന്യൂസ് വാല്യൂസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് നോക്കിക്കൊണ്ടാണ് ജേർണലിസ്റ്റുകൾ ഒരു വാർത്ത സെലക്ട് ചെയ്യുന്നതും പ്രയോറിറ്റി നൽകുന്നതും ആ വാർത്തകൾ പ്രസന്റ് ചെയ്യുന്നതും. പ്രധാനപ്പെട്ട 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വാല്യൂസ് ആണ് ഉള്ളത്. ഒന്ന് ടൈംലിനെസ് എന്നുള്ളതാണ്, അതായത് പെട്ടെന്ന് റീസെന്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് ടൈംലിനെസ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ന്യൂസ് വർത്തിനെസ് ഉണ്ടായിരിക്കും, ഫ്രഷ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എർത്ത് കേക്ക്, ഒരു ഭൂമി ഉൽക്കുന്ന സംഭവിക്കുന്നു എന്ന് കരുതുക, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ അറിയുന്നതിന് നമുക്ക് കൂടുതൽ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ പ്രോക്സിമിറ്റി എന്നുള്ളതാണ്, നിയർനെസ്, അതായത് നമ്മളുടെ തൊട്ടടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ ഒരു ഫ്ലഡ് നടന്നു എന്ന് കരുതുക, നമ്മൾ അതിനോട് നോക്കുന്ന ഇമ്പോർട്ടൻസിനേക്കാൾ കുറവായിരിക്കും ആസാം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഫ്ലഡിനെ കുറിച്ച് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. അപ്പൊ തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ വാർത്താ പ്രാധാന്യം ഉണ്ടായിരിക്കുക. പ്രോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും അറിയുന്ന ആളുകൾ, വെൽ നോൺ പേഴ്സൺസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും, അവരെ കുറിച്ചുള്ള വാർത്തകളാണ് പ്രോമിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു എന്ന് കരുതുക. ആ സ്റ്റേറ്റ്മെന്റ് വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ആള് നമുക്ക് കൂടുതലായിട്ടും അറിയുന്ന വ്യക്തിയാണ്. പക്ഷെ ലോക്കൽ ലീഡർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു എന്ന് കരുതുക, ആ ലോക്കൽ ലീഡറിനേക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന വ്യക്തിയായിരിക്കും പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഇമ്പാക്ട് എന്നുള്ളതാണ്. ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കാര്യം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പുതിയ ഗവൺമെന്റ് പുതിയൊരു പോളിസി വെക്കുന്നു എന്ന് കരുതുക, അത് കുറച്ച് ആളുകളെ അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന കുട്ടികളെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് കരുതുക. അപ്പൊ ആ എഫക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്, കുറഞ്ഞ പഠിക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറെ ആളുകളിലേക്ക് ബാധിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കേരള ഗവൺമെന്റ് ഇനി മുതൽ ഫോറിൻ കൺട്രീസിലോട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നില്ല, ലോൺ കൊടുക്കണ്ട എന്നുള്ള തീരുമാനം വരുന്നു എന്നുള്ളത് കരുതുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് അബ്രോഡിൽ സ്റ്റഡീസിന് വേണ്ടി നോക്കുന്ന ആളുകളെ ഇത് ബാധിക്കുന്ന ഒന്നാണ്. ഇതാണ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കോൺഫ്ലിക്റ്റ് ആണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കം എന്നുള്ളതാണ്. മേ ബി ഡിസഗ്രിമെന്റുകൾ വരിക, ഫൈറ്റുകൾ, എന്തെങ്കിലും ക്ലാഷുകൾ, അല്ലെങ്കിൽ രണ്ട് പൊളിറ്റിക്കൽ ഗ്രൂപ്പുകൾ തമ്മിലൊക്കെ തർക്കങ്ങൾ വരുന്നത്. എക്സാമ്പിൾ, ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നു, ഓപ്പോസിഷൻ പാർട്ടിയും റൂളിംഗ് പാർട്ടിയും തമ്മിൽ പാർലമെന്റിൽ വെച്ചിട്ട്, അത് എക്സാമ്പിൾ ആക്കി എഴുതാം. ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആണ് അടുത്ത പോയിന്റ്. ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷങ്ങൾ, നമ്മുടെ സാഡ്നെസ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻസ്, ഇതൊക്കെയാണ് ന്യൂസ് വർത്തിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ പപ്പിയെ, ചെറിയ ഡോഗിനെ എന്ത് ചെയ്യുന്നു, ഒരു ഡ്രെയിനേജിൽ നിന്നും രക്ഷിക്കുന്നു എന്ന് കരുതുക, സേവ് ചെയ്യുന്നു എന്ന് കരുതുക, റെസ്ക്യൂ ചെയ്യുന്നു എന്ന് കരുതുക. അതാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. അടുത്ത നോവലിറ്റി എന്നുള്ളതാണ്. നോവലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺയൂഷ്വൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റെയർ ആയിട്ട്, സ്ട്രേഞ്ച് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോ എന്ത് ചെയ്യുന്നു, ഒരു വളരെ പ്രായമായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു മാരത്തോണിൽ പങ്കെടുക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ആ മാരത്തോണിൽ വിജയിക്കുന്നു എന്ന് കരുതുക. അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അടുത്തത് കറൻസി എന്നുള്ളതാണ്. കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കറൻസിയുമായിട്ട് സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ പബ്ലിക്കിന്റെ ഡിസ്കഷനുമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം പണത്തിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഈ കോവിഡ് സമയത്ത്, ഓക്കെ, അതായത് ഒരു ഇഷ്യൂ എന്ന് ഓൾറെഡി പബ്ലിക്കിന്റെ ഡിസ്കഷനിൽ വരുന്ന കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുക, കറൻസി എന്ന് പറയുന്നത്. ഇപ്പൊ COVID-19 പാൻഡമിക് എന്ന് വരികയാണെന്ന് കരുതുക. അപ്പൊ വാക്സിനേഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വാർത്തകൾ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, അതാണ് കറൻസി എന്ന് പറയുന്നത്. പ്രോഗ്രസ് എന്ന് പറയുന്നതാണ് അടുത്തത്. പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാർത്തകളനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു, ഓരോ ദിവസം വാർത്തയുടെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് എന്തെങ്കിലും ഡിസ്കവറി, എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ സംഭവിക്കുക,
അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ചാന്ദ്രയാൻ-3 എന്ന് പറയുന്നത്. അപ്പോൾ ചാന്ദ്രയാൻ-3 ഭ്രമണപഥത്തിൽ എത്തുന്നു, അല്ലെങ്കിൽ ചാന്ദ്രയാൻ-3 മിഷൻസ് ആരംഭിക്കുന്നു, ഭ്രമണപഥത്തിലെത്തി, അങ്ങനെ ഒരു പ്രോഗ്രസ് ഒക്കെ നൽകുന്നതാണ്. അങ്ങനെ ഓരോ സ്റ്റേജുകളായിട്ട് പ്രോഗ്രസീവ് ആയിട്ട് നൽകുന്ന കാര്യങ്ങൾ. അടുത്ത എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റീസിനെ കുറിച്ചുള്ള, മൂവീസിനെ കുറിച്ചുള്ള വാർത്തകൾ, കൾച്ചറൽ ഇവന്റ്സിനെ കുറിച്ചുള്ള വാർത്തകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്റർടൈൻമെന്റ് എന്ന് വരിക. എക്സാമ്പിൾ ആയിട്ട് ഒരു ഫിലിം അവാർഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെ വെഡ്ഡിങ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 10 പ്രധാനപ്പെട്ട ന്യൂസ് എന്തെന്ന് പറയുന്നത്, വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ന്യൂസ് മീഡിയ ഈസ് ഫോളോയിങ് സെൻസേഷണൽ ഇഷ്യൂസ് ഓൺലി വിത്തൗട്ട് കൺസിഡറിങ് ദ പ്രിൻസിപ്പൾസ് ഓഫ് ജേർണലിസം. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? അതായത് ന്യൂസ് പേപ്പേഴ്സ്, മീഡിയാസ് ഒക്കെ ഈ സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ജേർണലിസം നോക്കാതെ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ഇതൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താം, യെസ്, നിങ്ങൾക്ക് അത് നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നു എന്ന് എഴുതാം. കാരണം എന്താണ്, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഒരു ജേർണലിസത്തിന്റെ പ്രിൻസിപ്പിൾസ് ഒന്നും നോക്കാതെ മീഡിയാസ് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ അതുമായി യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ അതുമായിട്ട് യോജിക്കുന്നുണ്ട്, ലാർജ് എക്സ്റ്റെന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് നൽകുന്നു. എന്തുകൊണ്ടാണ് ഇന്നത്തെ മീഡിയാസ് സെൻസേഷണലിസം കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? എന്താണ് ഫാക്ട് എന്ന് പറയുന്ന ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് നൽകാതെ അവര് മീഡിയ ലാൻഡ്സ്കേപ്പുകളൊക്കെ കൂടുതലായിട്ടും സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസിനാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്ന. കാരണം കോമ്പറ്റീഷൻസ് ആണ്. TRP റേറ്റിംഗ് വേണം. TRP റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്ലിക്കുകൾ ആൻഡ് വ്യൂസ്, എത്ര ആളുകൾ കാണുന്നു, എത്ര ആളുകൾ ഞങ്ങളുടെ ചാനലിൽ എൻഗേജ് ചെയ്യുന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ കോമ്പറ്റീഷൻ വരുന്നത് കൊണ്ട് ന്യൂസ് മീഡിയാസ് കൂടുതലായിട്ടും സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസുകൾ കൂടുതലായിട്ടും ഓഡിയൻസിന്റെ അറ്റൻഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഓഡിയൻസിന്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നതിന് വേണ്ടി, കാഴ്ചപ്പാടുകളല്ല അവരുടെ വ്യൂവർഷിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അഡ്വർടൈസറിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, പരസ്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, പരസ്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ, ഞങ്ങളുടെ ചാനലിൽ കൂടുതലായിട്ട് പരസ്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ, അതായത് മീഡിയാസ് കൂടുതലായിട്ടും സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ, ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ജേർണലിസം, പുതിയ കറണ്ട് മീഡിയ ട്രെൻഡുകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മളൊക്കെ പറയേണ്ടി വരും. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ജേർണലിസത്തിൽ അക്യുറസി, ഫെയർനെസ്, ഒബ്ജക്ടിവിറ്റി, പബ്ലിക് ഇൻട്രസ്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു എത്തിക്കൽ ജേർണലിസത്തിന്റെ പ്രധാനപ്പെട്ട വാല്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസിന്റെ റോൾ എന്ന് പറയുന്നത് ഇൻഫോം ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, എംപവർമെന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യൂ പോയിന്റുകൾ നൽകുക എന്നൊക്കെയാണ് ഒരു ജേർണലിസത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു സെൻസേഷണലിസം ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് മീഡിയാസ് എന്ത് ചെയ്യുന്നില്ല, ഫാക്റ്റ് ആയിട്ടുള്ള വാർത്തകൾ നൽകാതെ കൂടുതലായിട്ടും ക്രൈം, സെലിബ്രിറ്റി ഗോസിപ്സുകൾ, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ബസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ എക്സാജറേറ്റഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ കൂടുതലായിട്ട് എൻഗേജ്മെന്റുകൾ കിട്ടുന്ന ആളുകൾ കൂടുതലായിട്ടും ക്ലിക്ക് ബൈറ്റ്, അതായത് ആ ലിങ്ക് കാണുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ ഹെഡ്ലൈൻസും അതുപോലെ തന്നെ തുടങ്ങിയുള്ള പല കാര്യങ്ങളും നൽകുന്നു. അതുപോലെ തന്നെ പബ്ലിക്കിന്റെ ഇഷ്യൂസിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻസുകൾ നൽകുന്നില്ല. ഓക്കെ, ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊന്നും അവർ ഇമ്പോർട്ടൻസ് നൽകാതെയും ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അതായത് ഒരു സെലിബ്രിറ്റി, അത് അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ ഡിവോഴ്സ്ഡോ അല്ലെങ്കിൽ അവരുടെ അഫെയർ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് സംസാരിക്കുന്നതാണ് സെൻസേഷണലിസം എന്ന് പറയുന്നത്. അതിനെ ഇഗ്നോർ ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഇഗ്നോർ ചെയ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമേഴ്സിന്റെ പ്രശ്നങ്ങൾ, അവർ സൂയിസൈഡ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇല്ലിട്രസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊന്നും നൽകാതിരിക്കുകയും ചെയ്യുന്നു മീഡിയാസ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇമ്പാക്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ഇമ്പാക്ട് ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിനെ മിസ്ലീഡ് ചെയ്യപ്പെടാൻ ചാൻസുകളുണ്ട്, പബ്ലിക്കുകൾ പാനിക് ആവാനുള്ള ചാൻസുകളുണ്ട്, ഫാൾസ് ആയിട്ടുള്ള നെറേറ്റീവുകൾ കൊടുക്കാനുള്ള ചാൻസുകളുണ്ട്, അതുപോലെ തന്നെ ഒരു ജേർണലിസത്തിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്,
ജനങ്ങൾക്ക് പീപ്പിൾസിന് സർവീസുകൾ നൽകുന്നതിന് പകരം ജനങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ഡ്യൂട്ടീസ് ആണ് ഇപ്പോൾ ഓരോ മീഡിയസും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസേഴ്സിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന് ഡിസ്കസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിംഗ് വിത്ത് എക്സാമ്പിൾസ്. ഹൗ ഡു ദ റിപ്പോർട്ടിംഗ് സ്റ്റൈൽ ഡിഫർ ബേസ്ഡ് ഓൺ ന്യൂസ് ടൈപ്സ് എന്നുള്ളതാണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടിംഗ് സ്റ്റൈലുകൾ, അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, റിപ്പോർട്ടിങ്ങിന്റെ ഓരോ വാർത്തകൾക്കനുസരിച്ച് റിപ്പോർട്ടിങ്ങിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് മാറുന്നത് എന്നൊക്കെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ന്യൂസ് അതിന്റെ ടൈപ്പുകൾ അതിനനുസരിച്ചാണ് ഓരോ വാർത്തകൾ തയ്യാറാക്കുന്നത്. പല രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഉണ്ട്, പല രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും സ്റ്റൈലുകളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്ട്രൈറ്റ് ഓർ ഒബ്ജക്റ്റീവ് റിപ്പോർട്ടിംഗ് ഉണ്ട്. അതായത് ഡയറക്റ്റ് ആയിട്ട് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് നടത്തുക വിത്തൗട്ട് ഒപ്പീനിയൻസിലൂടെ, അതായത് ഒപ്പീനിയൻസുകൾ ഇല്ലാതെ റിപ്പോർട്ടിംഗ് നടത്തുന്നതാണ് സ്ട്രൈറ്റ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ബയാസുകൾ ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 5W1H ഉണ്ടായിരിക്കും, നാച്ചുറൽ ആയിട്ടുള്ള ടോണുകളായിരിക്കും, കോഡ്സുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ നൽകുക എന്നുള്ളതാണ് സ്ട്രൈറ്റ് റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറയുന്നത്. രണ്ടാമത്തേത് ഇന്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. അത് ഡെഫിനേഷനായിട്ട് പറയുന്നത് ബിയോണ്ട് ഫാക്റ്റുകളിൽ, അതായത് ഫാക്റ്റുകളിലേക്കാൾ കൂടുതലായിട്ട് അത് എക്സ്പ്ലനേഷൻസ്, അതിന്റെ സിഗ്നിഫിക്കൻസുകൾ, കോണ്ടെക്സ്റ്റുകൾ, ഇംപ്ലിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇത് കൂടുതലായിട്ടും ഒരു റീഡേഴ്സിന് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡീപ്പ് ബാക്ക്ഗ്രൗണ്ട് റിസർച്ചുകൾ ഉണ്ടായിരിക്കും, എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻസുകൾ ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സുകൾ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ പോളിസി, പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ച് അനലൈസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ആയിട്ട് അൺകവേഴ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകവേർഡ് ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ട്രൂത്തുകൾ, കറപ്ഷൻ, റോങ് ഡൂയിങ്ങുകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളെ മുമ്പിലോട്ട് എത്തിക്കുക. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റുകൾ സെർവ് ചെയ്യുക, അതുപോലെ തന്നെ ഹോൾഡ് പവർ അക്കൗണ്ടബിൾ, അതായത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഗവൺമെന്റിന്റെ വർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ലോങ് ടേം ആയിട്ടുള്ള റിസർച്ചുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സോഴ്സുകൾ ഒക്കെ ഉപയോഗപ്പെടുത്തും. റിസ്ക് ഉണ്ട്, ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചുള്ള റിസ്ക് ഉണ്ട്. മാത്രമല്ല ഹൈ അക്യുറസി റിക്വയർഡ്, കൃത്യമായിട്ട് കാര്യങ്ങൾ വസ്തുതകൾ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് എക്സ്പോസിങ് സ്കാംസ് ഓർ പൊളിറ്റിക്കൽ കറപ്ഷൻസ്, എന്തെങ്കിലും അഴിമതികൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കറപ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്തുവിടുക എന്നുള്ളതാണ്. അടുത്തത് ക്രൈം റിപ്പോർട്ടിംഗ് ആണ്. ക്രൈം റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈമിനെ കുറിച്ച് അല്ലെങ്കിൽ പോലീസിന്റെ ആക്ഷൻസിനെ കുറിച്ച്, ലീഗൽ ആയിട്ടുള്ള പ്രൊസീഡിങ്സിനെ കുറിച്ചിട്ടൊക്കെ റിപ്പോർട്ടിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആൻഡ് എത്തിക്കൽ ഹാൻഡ്ലിംഗ് ഉണ്ടായിരിക്കും, സെൻസേഷണലിസം ഒഴിവാക്കപ്പെടും, നെയിം ചാർജുകൾ മീൻസ് കേസുമായി സംബന്ധിച്ച എന്തെങ്കിലും ചാർജുകൾ, ലീഗൽ സ്റ്റാറ്റസുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അക്യുറേറ്റ് ആയിരിക്കും. എക്സാമ്പിൾ ആണ് റിപ്പോർട്ടിംഗ് ഒരു മർഡർ കേസ് റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോർട്ടിന്റെ ട്രയൽ അപ്ഡേറ്റ്സുകൾ, കോർട്ടിന്റെ വിചാരണകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് അഞ്ചാമത് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ആണ്. അതായത് പൊളിറ്റിക്കൽ ഇവന്റ്സുകൾ, ഇലക്ഷൻസ്, ഗവേണൻസിന്റെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗിൽ കവർ ചെയ്യാറുള്ളത്. പൊളിറ്റിക്കൽ പോളിസീസിനെ കുറിച്ചും ഐഡിയോളജീസിനെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാവുന്ന ആളായിരിക്കണം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത സ്പോർട്സ് റിപ്പോർട്ടിംഗ് ആണ്. ലൈവ് കമന്ററി, മാച്ച് അനാലിസുകൾ, പ്രൊഫൈൽസുകൾ, അത്ലറ്റിക്കിന്റെ പ്രൊഫൈൽസിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ആളായിരിക്കണം. ബിസിനസ് റിപ്പോർട്ടിംഗ് വരും, എക്കണോമിക്കൽ ന്യൂസുകൾ, മാർക്കറ്റിനെ കുറിച്ചുള്ള ന്യൂസുകൾ, കോർപ്പറേറ്റ് ഡെവലപ്മെന്റ്സുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ നൽകുക. ഓക്കെ, ഇനി ഇതെങ്ങനെയാ എല്ലാമാണ് ഇത് ഡിഫറെന്റ് ആയിട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്ട്രൈറ്റ് ന്യൂസുകൾ, ഇന്റർപ്രിറ്റേറ്റീവ്, ഇൻവെസ്റ്റിഗേറ്റീവ്, ക്രൈം തുടങ്ങിയ കാര്യങ്ങൾ അതെങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രൈറ്റ് ന്യൂസുകൾ ഫോക്കസ് ചെയ്യുന്ന ഫാക്റ്റുകളിലായിരിക്കും. ന്യൂട്രൽ ആയിട്ടുള്ള ടോണാണ് ഇതിൽ ഉപയോഗിക്കുക. ഒഫീഷ്യൽ റിപ്പോർട്ടുകളാണ് ഇതിന് പ്രധാനപ്പെട്ട സോഴ്സുകളായിട്ട് വരിക. ഇന്റർപ്രിറ്റേറ്റീവ് ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അനലൈസ് ആണ്, അതായത് വിശദീകരിക്കുക, അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് എഴുതുക. അനലിറ്റിക്കൽ ടോണിലാണ് ഇത് എഴുതുക. എക്സ്പേർട്ടിന്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഡോക്യുമെന്റുകൾ വഴിയാണ് ഇതിന്റെ ഓരോ വിവരങ്ങൾ ലഭിക്കുക. ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഹിഡൻ ട്രൂത്തുകളെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അസർട്ടീവ് ആയിട്ടുള്ള ടോണുകളൊക്കെയാണ് ഉപയോഗിക്കുക. ഇതിന്റെ സോഴ്സുകൾ എന്ന് പറയുന്നത് വിസിൽ ബ്ലോവേഴ്സിന്റെ കയ്യിൽ നിന്നും ഡോക്യുമെന്റ്സ്. വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികൾ നൽകുന്ന വിവരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അടുത്ത ക്രൈമുകളാണ്, ലീഗൽ ഡീറ്റെയിൽസുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഫാക്ച്വൽ ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള കണ്ടന്റുകൾ അതുപോലെയുള്ള ലാംഗ്വേജുകളാണ് ഉപയോഗിക്കുക. സോഴ്സുകൾ എന്ന് പറയുന്നത് പോലീസ്, ലീഗൽ സോഴ്സുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇതിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുക. ഇതാണ് ഇതിന്റെ ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, യു ആർ എ റിപ്പോർട്ടർ in a newspaper, compare different news story structure and explain which one would best suit your report and why. അതായത് നിങ്ങൾ റിപ്പോർട്ടർ ആണ്, നിങ്ങൾ ഡിഫറൻറ്റ് രീതിയിലുള്ള ന്യൂസ് സ്റ്റോറി സ്ട്രക്ചേഴ്സ് അത് ഡിഫറെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ റിപ്പോർട്ടിന് ഏതാണ് നല്ലത് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയുക. ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനുണ്ടായിരിക്കും. നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിലുള്ള ന്യൂസ് സ്റ്റോറിയുടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ്, പ്ലാറ്റ്ഫോംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അതിൽ റൈറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രധാനപ്പെട്ട 3 രീതികൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലാണ്, അതായത് 5W1H എന്ന് പറയുന്ന രീതിയിൽ ലീഡ്, ബോഡി, കൺക്ലൂഷൻ എന്നിങ്ങനെ തരംതിരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. ഹാർഡ് ന്യൂസിന് വേണ്ടിയിട്ട്, ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താറുള്ളത്. ഗവൺമെന്റ് പോളിസി എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡേഴ്സിന് പെട്ടെന്ന് തന്നെ ആ റിപ്പോർട്ടിന്റെ കോർ, അതായത് എന്താണ് ഒരു വാർത്തയിൽ പറയാനുള്ളത് അതിന്റെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒന്നാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹവർ ക്ലാസ് സ്റ്റൈലാണ്. ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇത് ബിഗിൻ ചെയ്യുന്നത് ഒരു ആർട്ട് ന്യൂസിലായിരിക്കും, ലൈക്ക് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. പിന്നീട് എന്ത് ചെയ്യുന്നു, അവിടെ ടേൺ സംഭവിച്ചിട്ട് നരേറ്റീവ് സ്റ്റൈലിലോട്ട്, ഒരു ക്രോണോളജിക്കൽ സ്റ്റോറി ടെല്ലിങ്ങിലോട്ട് ഇത് മാറുന്നു. ഇത് യൂസ് ചെയ്യുന്നത് ഫീച്ചർ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഹ്യൂമൻ സ്റ്റോറീസിന് വേണ്ടിയിട്ട്, ഡ്രമാറ്റിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റുകളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഹവർ ക്ലാസ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ്, ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ സംഭവിക്കുകയാണ്, അതിലെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന വാർത്തകൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഇമോഷണൽ ഇമ്പാക്റ്റുകളൊക്കെ മെർജ് ചെയ്തുകൊണ്ട്, അതായത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വാർത്തകൾ തയ്യാറാക്കാം എന്നുള്ളതാണ്. അടുത്ത നെറേറ്റീവ് സ്ട്രക്ചർ ആണ്. നെറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ലൈക്ക് ആണ്, അതായത് ക്യാരക്ടേഴ്സ്, അതിന്റെ സെറ്റിങ്സുകൾ, കോൺഫ്ലിക്റ്റുകൾ, റെസൊല്യൂഷൻ തുടങ്ങിയുള്ള രീതിയിൽ ഒരു പ്രോഗ്രഷനിലൂടെ എഴുതുന്ന രീതിയാണ് നരേറ്റീവ് സ്ട്രക്ചർ ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ടും സ്യൂട്ടബിൾ ആവുന്നത് ഇൻഡെപ്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് സ്റ്റോറീസിലൊക്കെയാണ് നരേറ്റീവ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു സർവൈവർ ആയിട്ടുള്ള ഒരാൾ, അയാളെ കുറിച്ച് ഒരു സ്റ്റോറി നിങ്ങൾ തയ്യാറാക്കുന്നു. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈലി എൻഗേജിങ് ആണ്, ആളുകളെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും, കുറച്ച് എമ്പതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ എന്നിട്ട് നിങ്ങൾ ഏത് റിപ്പോർട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുക, അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി എഴുതുക. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ആസ് എ സബ് എഡിറ്റർ എക്സ്പ്ലെയിൻ how you would edit a news story from a news agency to fit your newspaper style, ensuring accuracy, clarity and relevance. അതായത് നിങ്ങൾ സബ് എഡിറ്റർ ആണെന്ന് കരുതുക, നിങ്ങൾക്ക് ന്യൂസ് ഏജൻസിയുടെ കയ്യിൽ നിന്നും ഒരു വാർത്ത ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പറിന്റെ സ്റ്റൈലിൽ അക്യൂറസിയും ക്ലാരിറ്റിയും റെലവൻസും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് എങ്ങനെയാണ് വാർത്ത എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആസ് എ സബ് എഡിറ്റർ, നിങ്ങൾ സബ് എഡിറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോൾ എന്ന് പറയുന്നത് ന്യൂസ് ഏജൻസിന്റെ കോപ്പീസ് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണ്? ഒന്നാമത്, അണ്ടർസ്റ്റാൻഡിങ് ദ ന്യൂസ് പേപ്പർ സ്റ്റൈൽ. അതായത് ന്യൂസ് പേപ്പറിന്റെ സ്റ്റൈൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈലുകൾ ഉണ്ടായിരിക്കും. ആ യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈലുകൾ, ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കോൺവെർസേഷണൽ ടോണുകൾ തുടങ്ങിയുള്ള പല രീതിയിലുള്ള ഒരു സ്റ്റൈലുകൾ പത്രത്തിനുണ്ടായിരിക്കും. ഗ്രാമർ, പങ്ക്ച്വേഷൻസ്, ടെർമിനോളജി അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് തുടങ്ങിയുള്ള പല രീതിയിലുള്ള
ഇൻ ഹൗസ് സ്റ്റൈലുകൾ ഉണ്ടായിരിക്കും, ന്യൂസ് പേപ്പേഴ്സിന്റെ വോയിസുകൾ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫാക്ട് ചെക്കിംഗ് ആൻഡ് വെരിഫിക്കേഷൻസ് എന്നുള്ളതായിരിക്കും. അതായത് ഏജൻസിയുടെ റിപ്പോർട്ട്സുകൾ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഫാക്ച്വൽ ആയിട്ടുള്ള എറേഴ്സുകൾ ഉണ്ടോ, ഔട്ട്ഡേറ്റഡ് ഡാറ്റാസ് അതായത് തെറ്റായിട്ടുള്ള വിവരങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യണം. നെയിമുകൾ, സ്റ്റാറ്റിസ്റ്റിക്സുകൾ, കോഡ്സുകൾ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആണോ, ലീഗലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. മൂന്നാമത്തത് കണ്ടൻസിങ് ഓഫ് ബ്രിവിറ്റി ആൻഡ് ഫോക്കസ് എന്നുള്ളതാണ്. അതായത് ബ്രിവിറ്റി ഷോർട്ട് ആക്കിയിട്ട് ടു ലോങ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെയാണ് വാർത്തകളാണ് ന്യൂസ് ഏജൻസി നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ആക്കുക. അതുപോലെ തന്നെ ന്യൂസ് വർത്തി പാർട്ടുകളൊക്കെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഫാക്റ്റുകളും കോട്ടുകളും ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക. റീഡേഴ്സിന് എൻഗേജ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തെ സ്റ്റേജ് എഡിറ്റിംഗ് ഫോർ ക്ലാരിറ്റി ആൻഡ് റീഡബിലിറ്റി എന്നുള്ളതാണ്. റീറൈറ്റ് ചെയ്യുക. അതായത് ലോങ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ആക്കുക, റീറൈറ്റ് ചെയ്യുക, ക്ലിയർ ആക്കി മാറ്റുക. ജാർഗൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സിംപ്ലർ ആയിട്ടുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്തത് അഞ്ചാമത്തതാണ് അടുത്ത പോയിന്റ് പറയുന്നത് ക്രിയേറ്റിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഹെഡ്ലൈൻസ് എന്നുള്ളതാണ്. അതായത് ആ വാർത്തയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നിങ്ങൾ തയ്യാറാക്കുക. അറ്റൻഷൻസ് ഗ്രാബ് ചെയ്യുന്ന രീതിയിലുള്ള തലക്കെട്ടുകളായിരിക്കണം നിങ്ങൾ നൽകേണ്ടത്. നിങ്ങളുടെ വാർത്തയുടെ കോളത്തിനും വിഡ്ത്തിനും അനുസരിച്ചുള്ള ഹെഡ്ലൈൻസ് ആണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ആക്റ്റീവ് വോയിസുകൾ കൊടുക്കണം, പ്രിസൈസ് ആയിരിക്കണം, ഫാക്ച്വലി കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അടുത്ത ആറാമത്തെ സ്റ്റെപ്പാണ് എൻഷുറിംഗ് ലീഗൽ ആൻഡ് എത്തിക്കൽ കംപ്ലൈൻസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫാമേഷൻസ് വന്നിട്ടില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നിട്ടില്ല, അതുപോലെ തന്നെ പ്രൈവസി റൈറ്റ്സുകൾ വയലേറ്റ് ചെയ്യുന്നില്ല തുടങ്ങിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തണം. വിഷ്വൽ കോർഡിനേഷൻസ് ഫോർ ലേഔട്ട്, അതായത് ലേഔട്ട് നൽകും. ഒരു വാർത്ത നമ്മൾ ഡിസൈൻ ചെയ്യുന്ന രീതി ഉണ്ടായിരിക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള ഇമേജുകൾ, ഇൻഫോഗ്രാഫിക്സ്, അത് തുടങ്ങിയുള്ള പല കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നൽകുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു സബ് എഡിറ്റർ ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ന്യൂസ് ഏജൻസിന്റെ കോപ്പി നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡിറ്റിംഗ് ടെക്നിക്സ് ഇൻ ന്യൂസ് റൂംസ്. ന്യൂസ് റൂമിൽ നടക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡിറ്റിംഗുകൾ ഏതൊക്കെയാണ്? ഹൗ ഡു ദേ കോൺട്രിബ്യൂട്ട് ദ ഫൈനൽ പ്രസന്റേഷൻ ഓഫ് എ ന്യൂസ് സ്റ്റോറി. ഒരു ന്യൂസ് സ്റ്റോറിക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു ന്യൂസ് സ്റ്റോറിക്ക് എങ്ങനെയാണ് ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജേർണലിസത്തിൽ പല രീതിയിലുള്ള എഡിറ്റിങ്ങുകളുണ്ട്. ഒന്നാമത്തെ ലൈൻ എഡിറ്റിംഗ് എന്നുള്ളതാണ്. ലൈൻ എഡിറ്റിംഗ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഗ്രാമർ, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻസ്, സെന്റൻസിന്റെ സ്ട്രക്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ക്ലാരിറ്റി, ഫ്ലോ, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുത്തുകളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ലൈൻ എഡിറ്റിംഗ് നമ്മളെ സഹായിക്കും. എക്സാമ്പിൾ ആയിട്ട് ഹി ഡോണ്ട് നോ എന്ന് പറയുന്നത് ഹി ഡസന്റ് നോ എന്ന് പറയുന്ന രീതിയിലാക്കി മാറ്റുക എന്നുള്ള എക്സാമ്പിൾ ആക്കി പറയാം. അടുത്ത ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോറി അതിന്റെ കുറച്ചും കൂടി സ്റ്റൈലുകൾ കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ക്രിയേറ്റീവ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീഡുകൾ റീറൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക, റിതം അതിനെ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യിക്കുക, അതുപോലെ തന്നെ നെറേറ്റീവ് അപ്പീലുകൾ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുക തുടങ്ങിയുള്ള ഡ്യൂട്ടികളാണ് ക്രിയേറ്റീവ് എഡിറ്റിംഗിന് ഉണ്ടായിരിക്കുക. റിപ്പോർട്ടേഴ്സ് അവരുടെ സ്റ്റോറി കുറച്ചും കൂടി എൻഗേജിങ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് നൽകാറുള്ളത്. മൂന്നാമത്തെ ഡിസൈൻ എഡിറ്റിംഗ് ആണ്. ഓൾസോ കാൾഡ് ലേഔട്ട് എഡിറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഇതിനെ വിളിക്കാറുണ്ട്. വിഷ്വൽ ആസ്പെക്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് ഹെഡ്ലൈൻസ്, ഇമേജുകൾ, ക്യാപ്ഷൻസ്, ടെക്സ്റ്റ് ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഫോണ്ടിന്റെ സൈസ്, കോളത്തിന്റെ സ്ട്രക്ചർ, വൈറ്റ് സ്പേസുകൾ, ഗ്രാഫിക് ഇന്റഗ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റോറി കുറച്ചും കൂടി വിഷ്വലി അപ്പീലിംഗ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ എഡിറ്റിംഗ് നൽകാറുള്ളത്. ഇനി ഈ 3 എഡിറ്റിംഗ് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. കുറച്ചും കൂടി ഈസി ആയിട്ട് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എഡിറ്റിംഗുകൾ സഹായിക്കാറുണ്ട്. ഫാക്റ്റുകൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലീഗൽ പ്രോബ്ലംസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. സ്റ്റോറികൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കിലേക്കും അതുപോലെ തന്നെ റീഡേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എഡിറ്റിംഗ് നമ്മൾ സഹായിക്കുന്നു. ന്യൂസ് പേപ്പേഴ്സ് ഒരു പ്രൊഫഷണലിസം അതുപോലെ തന്നെ ട്രസ്റ്റ് വർത്തി അതായത് വിശ്വാസയോഗ്യമാക്കുന്നതിനും ഈ എഡിറ്റിങ്ങുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കീ ഫീച്ചേഴ്സ് ആൻഡ് കീ ആസ്പെക്ട് ഓഫ് എഡിറ്റിംഗ് ഓഫ് ന്യൂസ് പോർട്ടൽസ്. അതായത് ന്യൂസ് പോർട്ടൽസിന്റെ കീ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്, കീ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്, എഡിറ്റിംഗിന് വേണ്ടിയുള്ള കീ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ന്യൂസ് പോർട്ടൽസിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിയൽ ടൈം അപ്ഡേറ്റുകളായിരിക്കും. ന്യൂസ് പോർട്ടൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കുക, ഓൺലൈനായിട്ട് ന്യൂസുകൾ നിങ്ങൾ വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ആ വെബ്സൈറ്റിനെയാണ് ന്യൂസ് പോർട്ടൽസ് എന്ന് പറയുക.
ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ റിയൽ ടൈം അപ്ഡേറ്റുകളായിരിക്കും. എപ്പോഴാണോ സംഗതി നടക്കുന്നത്, എപ്പോഴാണോ ഒരു വാർത്ത നടക്കുന്നത്, അപ്പോൾ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യും. മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻസ് ഉണ്ടായിരിക്കും. ഇമേജുകൾ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, ഇൻഫോഗ്രാഫിക്സ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കും. ഇന്ററാക്ടിവിറ്റി ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. റീഡേഴ്സിനെ കമന്റുകൾ, ഷെയർ തുടങ്ങിയ പോൾസുകൾ, ഡിസ്കഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. ഗ്ലോബൽ റീച്ചുകൾ ഉണ്ടായിരിക്കും. എല്ലാ ആളുകൾക്കും എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തത് കീ ആസ്പെക്ട് ഓഫ് എഡിറ്റിംഗ് ഫോർ ഓൺലൈൻ പോർട്ടൽസ്. ഒരു ഓൺലൈൻ പോർട്ടൽസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി എന്നുള്ളതാണ്. ഓൺലൈൻ റീഡേഴ്സ് വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ വായിക്കുന്ന ആളുകളാണ്. പോയിന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് കൊടുക്കേണ്ടത്. ലോങ് ആയിട്ടുള്ള പാരഗ്രാഫുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ആക്കുക. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ആണ് SEO എന്ന് പറയുന്നത്. അതായത് രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ബോഡി ടെക്സ്റ്റ്, അതായത് ബോഡി ടെക്സ്റ്റുകൾ, ഹെഡ്ലൈൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ സെർച്ച് എഞ്ചിനിൽ ഉപയോഗിക്കുന്ന കീവേഡുകൾ കാര്യങ്ങളൊക്കെ അതിൽ ഉപയോഗിക്കുക. എന്നാൽ കുറച്ചും കൂടി ആളുകൾക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് ലഭിക്കാനുള്ള ഈ ലിങ്കുകൾ ലഭിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അടുത്ത ഫോർമാറ്റിംഗ് ഫോർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്നുള്ളതാണ്. അതായത് ബുള്ളറ്റ് പോയിന്റുകൾ ഉപയോഗിക്കുക, നമ്പേർഡ് ആയിട്ടുള്ള 1, 2, 3, 4 എന്ന് പറയുന്ന ലിസ്റ്റുകൾ ഉപയോഗിക്കുക, സബ് ഹെഡിങ്സുകൾ ഉപയോഗിക്കുക, ഹൈപ്പർ ലിങ്ക്സുകൾ ഉപയോഗിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നൽകാവുന്നതാണ്. വിഷ്വൽ ആൻഡ് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻസ്, ഇമേജുകൾ ഉൾപ്പെടുത്തുക, വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വാർത്തകൾ കുറച്ചും കൂടി എൻഗേജിങ് ആക്കാൻ സഹായിക്കും. ഇന്ററാക്ടിവിറ്റി എന്നുള്ളതാണ് അടുത്തത്. പോളുകൾ ഉപയോഗിക്കാം, ക്യൂസസുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ കമന്റ്സുകൾ ഉപയോഗിക്കുക. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ആളുകളെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യുക. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫാക്ട് ചെക്കിങ് ചെയ്യണം. ഫാക്ട് ചെക്കിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, സ്റ്റാറ്റിസ്റ്റിക്സുകളായിക്കോട്ടെ, കോട്ടുകളായിക്കോട്ടെ, ഇതൊക്കെ ക്രെഡിബിൾ സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്സുകളാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കുക. എറർ ഫ്രീ കോണ്ടന്റുകളാക്കുക. സ്പെല്ലിങ്ങുകൾ, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ, പങ്ക്ച്വേഷൻസിന്റെ എറേഴ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. നമ്മൾ ഹൈപ്പർ ലിങ്ക്സുകൾ കാര്യങ്ങളൊക്കെ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ റിവ്യൂ നൽകുക, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുക, വീണ്ടും പുനഃപരിശോധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ essay ക്വസ്റ്റ്യൻസിൽ വരാനുള്ള ചാൻസുകളാണ്. ഈ സംഭവങ്ങൾ തന്നെ, ഈ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ആൻസേഴ്സിലും അതുപോലെ തന്നെ 3 മാർക്കിലൊക്കെ നമുക്ക് ഓരോ പോയിന്റുകളായിട്ടും ചോദിക്കാം. അപ്പോൾ ഹവർ ക്ലാസ് സ്ട്രക്ചർ, നരേറ്റീവ് സ്ട്രക്ചർ എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ക്രൈം റിപ്പോർട്ടിംഗ്, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്താണ് എന്നുള്ളത് ചോദിക്കാം. സെൻസേഷണലിസം എന്താണ് എന്നുള്ളത് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് വാല്യൂസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് ചോദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളും വരാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് മനസ്സിലായി എന്ന് കരുതുന്നു. നോട്ട്സുകൾ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോട്ട്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.